ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു എച്ച് ഡിസൈൻ. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ റെയിൻബോ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ ഇത്. പിന്നെ അതേപോലെ നമുക്ക് സ്റ്റിക്ക് ബീഡ് വേണം, ഗോൾഡൻ സ്റ്റിക്ക് ബീഡ്, ആൻറ്റി ഗോൾഡ് കളറാണ് കേട്ടോ. പിന്നെ അതാ റെയിൻബോ കട്ട് ബീഡ്സ് വേണം. പിന്നെ അതേപോലെ നമുക്ക് കുറച്ച് പേഴ്സ് വേണം, ഷുഗർ ബീഡ്സ് തന്നെ വൈറ്റ് കളറിലാണ്. പിന്നെ ഇതാ ഈ ഒരു സ്റ്റോണാണ്, സിൽവർ സ്റ്റോണാണ് കേട്ടോ. പിന്നെ നമുക്ക് സിൽക്ക് ത്രെഡ് വേണം. പിന്നെ നമുക്കൊരു B7000 എന്നും പറഞ്ഞൊരു ഗ്ലൂവും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വന്നിട്ടുള്ളത്. ആദ്യം നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തു. യു നെക്കാണെങ്കിലും വി നെക്കാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിവിടെ യൂണിക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ബോർഡർ ഭാഗത്തു നിന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 2.5 ഇഞ്ച് വീതി എത്ര വേണം, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വീതി എടുക്കാം. വീതി കുറച്ചെടുക്കണമെങ്കിൽ അത്രയും എടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 2.5 ഇഞ്ചോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും വീതിയിലാണ് ചെയ്തിരിക്കുന്നത്. 3 ഇഞ്ചോളം വരും, കാരണം നമുക്ക് താഴെ കണ്ടോ ഒരു വി ഷേപ്പിൽ കണ്ടോ ആ ഒരു ഭാഗം കണ്ടോ. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ വരുമ്പോഴത്തേനും നമുക്ക് എന്തായാലും ഒരു 3 ഇഞ്ചോളം നമുക്ക് കിട്ടും. അപ്പോൾ അതിനകത്ത് കണ്ടോ കുറേ ഫ്ലവേഴ്സൊക്കെ കണ്ടോ. ആ ഫ്ലവേഴ്സൊക്കെ നമുക്ക് സിൽക്ക് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം അതിനകത്ത് കുറേ ഡോട്ട്സൊക്കെ ഉണ്ടോ, അതൊക്കെ നമ്മളിപ്പോൾ ബീഡ്സ് വർക്കാണ് ചെയ്യുന്നത്. താഴേക്ക് ആ വി ഷേപ്പിൽ കാണുന്നതും ബീഡ്സ് വർക്ക്. അപ്പോൾ അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ കുറച്ച് മുൻപേ ഇട്ടിട്ടുള്ളതാണ്. അതായത് നമുക്ക് ആഷ്വി ക്രിയേഷൻസ് എന്ന് പറഞ്ഞൊരു ചാനലൂടെ ഉണ്ട് എനിക്ക്. അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. സെയിം വീഡിയോ അല്ല, അതിലത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു കസ്റ്റമൈസ്ഡ് വർക്ക് വന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു വർക്ക് ചെയ്ത് കൊടുക്കണം എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്നാൽ വിചാരിച്ചു നിങ്ങൾക്ക് അത് കാണാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വീണ്ടും അതൊന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഓൺ വർക്ക് തന്നെയാണിത്, ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള വർക്കാണിത്. അപ്പം നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ മെറ്റീരിയലിലേക്ക് ഒരു 1 ഇഞ്ച് ഒരു 1.5 ഇഞ്ചോളം ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരുവാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഈ ഒരു വർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു തരുവാണ്. അപ്പോൾ ഇതായത് താഴെ ഇതേപോലെ വി ഷേപ്പിൽ നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അകത്തുണ്ട് ഡോട്ട്സ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഫ്ലവർ ചെയ്യാനായിട്ട് ആദ്യമേ റൗണ്ട്സ് ഒന്നും ഇട്ട് കൊടുക്കാറില്ല. ഞാൻ എപ്പോൾ ചെയ്താലും ഇതേപോലെ ജസ്റ്റ് പോയിൻറ്റ്സ് മാത്രമേ ഇട്ട് കൊടുക്കത്തുള്ളൂ. കാരണം പോയിൻറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ നമ്മളിതാ ഇതേപോലെ ഒരു പേൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു പേളിൻ്റെ ചുറ്റിനുമാണ് നമ്മളുടെ റിങ്ങോട്ട് ഫ്ലവർ വരുന്നത്. അപ്പം നമ്മൾ ആദ്യമേ റൗണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള വർക്കിനാണ് കേട്ടോ. അല്ലെന്നെങ്കിൽ നമ്മൾ ഫ്ലവേഴ്സ് വർക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റൗണ്ട്സൊക്കെ ഇട്ട് തന്നെ ഫ്ലവർ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഫ്ലവറൊക്കെ ചരിഞ്ഞു പോകും. ഇതിപ്പോൾ സെൻറ്ററിലൊരു ബീഡ്സ് വന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ 2 ടൈംസ് നീഡിലൊന്ന് പതിയെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ത്രെഡ് ഇത് പതിയെ താഴേക്ക് വലിക്കുക. അപ്പം നമുക്കത് ഇതേപോലെ ചെറിയ ചെറിയ നോട്ട്സ് കിട്ടും. അപ്പം നമുക്ക് കുറച്ച് വിടർന്ന് നിൽക്കുന്ന നോട്ട്സാണ് കേട്ടോ. അപ്പോൾ എന്താണ് റിംഗ് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിംഗ് നോട്ടിൻ്റെ ട്യൂട്ടോറിയൽസൊക്കെ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇത് സ്പീഡ് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അതിൽ സ്പീഡ് കുറച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ മാറ്റി ആ പോയിൻറ്റ്സ് ഇട്ട ഭാഗത്തൊക്കെ നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്തിട്ട് ഈ ഒരു റിംഗ് നോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി എന്താ അതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് ഗ്യാപ്പൊക്കെ ഉള്ളിടത്തൊക്കെ എന്താ ഇതേപോലെ നമ്മുടെ ഈ ഒരു ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു സ്റ്റോണ് കണ്ടോ, ഞാൻ ഈ ഒരു സ്റ്റോണിൻ്റെ കാര്യമാണ് നിങ്ങളോട് പറഞ്ഞത്. ഈ ഒരു സ്റ്റോണ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഭയങ്കര ഒരു തിളക്കമൊക്കെ ഉണ്ടാവും, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ താഴെ കണ്ടോ നമ്മൾ ഈ ഒരു ബീഡ്സ് വർക്കാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് വേണം ഇതെല്ലാം ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ ഒരു സ്റ്റോൺ ഒട്ടിയിലും ഫ്ലവർ ചെയ്യുന്നതും എല്ലാം നമ്മൾ മുമ്പേ തന്നെ ചെയ്ത് കൊടുക്കണം. കാരണം ബീഡ്സ് വർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു ബീഡ്സ് വർക്ക് ഞാനിപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ ബോർഡർ ലൈനിൽ ആ ബോർഡർ ലൈന് ഇതേപോലെ ഓരോ ബീഡ്സായിട്ട് നമ്മളങ്ങ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് പോലെയാണ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് മുമ്പിലേക്ക് ത്രെഡ് എടുത്തു, ബാക്കിലേക്ക് നമ്മളുടെ ഈ ഒരു ബീഡ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മുമ്പിലേക്ക് ത്രെഡ് എടുത്തു, ബാക്കിലേക്ക് ബീഡ്സ് ഫിക്സ് ചെയ്തു. വീണ്ടും കുറച്ച് മുമ്പിലേക്ക് ത്രെഡ് എടുത്തു, ബാക്കിലേക്ക് ഈ ഒരു ബീഡ് ഫിക്സ് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ അതായത് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബീഡ് വർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് അതേപോലെ തന്നെ താഴേക്കും ഞാൻ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാ കണ്ടോ, താഴെയും മുകളിലും നമ്മൾ ആ ബോർഡർ ഭാഗം കംപ്ലീറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? ഇനിയിപ്പം ഞാൻ ചെയ്യാൻ പോണത് അതിനകത്ത് ഈ ഒരു സ്റ്റിക്ക് ബീഡില്ലേ, സ്റ്റിക്ക് ബീഡ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു സ്റ്റിക്ക് ബീഡ് വേണം രണ്ടാമത് ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. മനസ്സിലായോ? ഇതേപോലെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടിച്ചല്ല, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, ഇനിയിപ്പം നമ്മുടെ ആ ഒരു ചെറിയ കട്ട് ബീഡ്സുകളില്ലേ, നമ്മൾ ആ ബോർഡർ ലൈൻ ചെയ്ത കട്ട് ബീഡ്, റെയിൻബോ കട്ട് ബീഡ്, അത് നമുക്ക് ഇതേപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് അടുപ്പിച്ചൊക്കെ തന്നെ ചെയ്തു കേട്ടോ. കാരണം നമ്മുടെ ഈ ഒരു വർക്ക് നല്ല തിക്കായിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ അടുപ്പിച്ച് ചെയ്ത് കൊടുത്തു. എന്താ ഇതേപോലെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഷുഗർ ബീഡ്സ് എടുക്കുക. നമ്മുടെ റെയിൻബോ ഷുഗർ ബീഡ്സ് ഞാൻ കാണിച്ചില്ലേ, ആ ഒരു ഷുഗർ ബീഡ് നമ്മൾ എടുക്കുകയാണ്. ഇതാ കണ്ടോ, ഈ ഒരു ഷുഗർ ബീഡ് ഇതിനകത്ത് നമ്മൾ ഫിക്സ് ചെയ്ത്, നമ്മളിപ്പോൾ കട്ട് ബീഡ്സ് ചെയ്തില്ലേ അതിൻ്റെയൊക്കെ അകത്തായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വരുന്നു എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടത്തില്ല. നമുക്ക് ഗ്യാപ്പൊക്കെ അങ്ങ് ഫില്ലായി പൊയ്ക്കോളും. നമുക്ക് കട്ട് ബീഡ്സൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം കേട്ടോ നമുക്ക് ഈ ഒരു ഷുഗർ ബീഡ് ഫിക്സ് ചെയ്യാൻ. അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. അതാകുമ്പോഴും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. നല്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു പാർട്ടി വെയർ സെറ്റ് തന്നെയാണിത്. പക്ഷേ ഇതിൻ്റെ സ്ലീവിൽ, ഇപ്പോഴത്തെ വർക്കിന് സ്ലീവിൽ വർക്ക് വന്നിട്ടില്ല. അപ്പോൾ സ്ലീവിൽ വർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ സെയിം വർക്ക് തന്നെ സ്ലീവിലും ചെയ്ത് കൊടുക്കാം. ചെറിയൊരു ബോർഡർ പോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ താഴേക്ക് നമുക്ക് കണ്ടോ ആ ഒരു ഭാഗം നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 3 ബീഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു 3 ബീഡ്സ് എടുത്തിട്ട് ഒന്ന് ലോക്കിട്ട് കൊടുത്തു. 2 സൈഡിലേക്കും ഒരു 3 ബീഡ്സ് എടുത്തു. ഇനി സെൻറ്ററിൽ നിന്നും ഒരു 3 ബീഡ്സ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ഈ ഒരു വർക്ക്. കണ്ടോ, ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു വർക്കാണ്. ആദ്യം നമ്മൾ റിങ്ങോട്ട് ചെയ്തു, അതിന് ശേഷം ബോർഡർ ലൈൻ ചെയ്തു, പിന്നെ സ്റ്റോൺസ് ഒട്ടിച്ചു, പിന്നെ നമ്മുടെ സ്റ്റിക്ക് ബീഡ് വെച്ചിട്ടു, അതിന് ഷുഗർ ബീഡ്, അതേപോലെ കട്ട് ബീഡ്സൊക്കെ ഫില്ല് ചെയ്തു. അപ്പോൾ ഫൈനൽ ഔട്ടിലേക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. പാർട്ടി വെയർ ആണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈനാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു ബ്ലൂ കളറിലെ ഫാബ്രിക്കാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് പല കളറിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഗ്രീൻ കളറിൽ ചെയ്തെടുക്കാം. പിന്നെ അതേപോലെ ഏത് കളറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് ത്രെഡിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അതായത് ബ്ലൂവും ഈ ഗ്രീനും ഒക്കെ വരുമ്പോൾ റെഡ് കളർ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കളർ അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുള്ളായെന്നും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തേയും പറയണ പോലെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാൻ വേണ്ടി ഓൾ ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസൊക്കെ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്